ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് സ്വന്തമായിട്ട് ഒരു വീട് വെക്കുക എന്നതാണ്. അവൻ പഠിച്ച് ഒരു ഏജ് എത്തുമ്പോഴേക്കും അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് സ്വന്തമായിട്ട് വീട് വെക്കണം, ജോലിയൊക്കെ കിട്ടി ഒന്ന് സെറ്റായ ശേഷം അതിനുവേണ്ടി അവരവരുടെ മാക്സിമം ലോൺ എടുത്തും അല്ലാതെയും കടം മേടിച്ചും സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയും ഒക്കെ നല്ല വീടുകൾ വെക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ സുധി എന്ന് പറഞ്ഞ കലാകാരൻ്റെ വിയോഗത്തിന് ശേഷം തീർച്ചയായിട്ടും അവർക്ക് എല്ലാവരും കൂടി ഒരു വീട് കൊടുത്തു. ആ വീട് നമുക്കിപ്പോൾ പുറമേ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. നമുക്ക് അവരുടെ വീട്ടിലൊന്നും പോയി അങ്ങനെ നോക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ആ വീടിൻ്റെ പുറമേയും അവരുടെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം വീഡിയോസൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടടിച്ചു പോയി. നല്ല സ്പേസുള്ള നല്ലൊരു വീട്, സാധാരണ രീതിയിൽ പണിത ഒരു വീട് പോലെ തോന്നുന്നില്ല. എല്ലാം നല്ല അറേഞ്ച്മെൻറ്റ്സിൽ നല്ല വെൽ ഫിറ്റായിട്ടാണ് ആ വീട് പണിത് കൊടുത്തേക്കുന്നത് അവരെ. അപ്പോൾ ആ വീടിന് എന്തുകൊണ്ട് നിങ്ങളൊരു നല്ലൊരു വാല്യൂ കൊടുക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോയി. രേണുവിന് ആ വീട് നീറ്റാക്കാനും ഒക്കെ സമയമില്ല എന്നുണ്ടെങ്കിൽ ആരെയെങ്കിലും ഒന്ന് വെച്ച് വളരെ വൃത്തിയായിട്ട് ഒന്നിടുക എന്ന് നിസ്സാരമല്ല രേണു. ഒരു വീട് ഇന്നത്തെ കാലഘട്ടത്തിൽ കിട്ടുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിങ്ങൾക്ക് ആ വീടും ഒന്നുമല്ലെങ്കിലും പിള്ളേരുടെ പേരിലായാലും നമുക്ക് വരുമ്പോൾ ഒന്ന് കയറി കിടക്കാം, നമുക്ക് നല്ല രീതിയിൽ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാമല്ലോ. എന്താന്ന് പറഞ്ഞാലും ഇപ്പം രേണുവിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം അവിടെ കഴിയുന്നുണ്ടല്ലോ. അപ്പം കിച്ചുവിൻ്റെയും ഋതപ്പൻ്റെയും പേരിലാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളവിടെ താമസിക്കാതൊന്നും ഇരിക്കുന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ആരാണോ താമസിക്കുന്നത് അവരൊക്കെ അവിടെ വൃത്തിയാക്കി ഇടേണ്ടതാണ്. കാരണം ഈ വീട് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, ശ്രുതിയോടുള്ള സ്നേഹം കൊണ്ട് തന്നതാണ്. അപ്പം നമ്മളൊരിക്കലും ആ വീടിനെ നമ്മളൊരിക്കലും അലങ്കോലപ്പെടുത്തി വൃത്തിയാക്കാതെ വെടിപ്പാക്കാതെ ഒന്നും ഇടരുത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വീടൊക്കെ പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകും. അതുകൊണ്ട് വീടൊക്കെ എപ്പോഴും നമ്മൾ കഴിവതും, നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, കഴിവതും വൃത്തിയാക്കിയിടാൻ തന്നെ ശ്രമിക്കുക. കാരണം വീടെന്ന് പറയുന്നത് വലിയൊരു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവമാണ്. വീടില്ലാത്തവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താ എന്നുള്ളത്. അവർ കാണാൻ ഒരു വാടകയ്ക്ക് ഒരു വീട്ടിൽ പോയി കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടിട്ട് മറ്റുള്ളവരുടെ അധീനതയിലാണ് നമ്മൾ ജീവിക്കുന്നത് ആലോചിക്കണം. അപ്പോൾ ആ സമയം നമ്മൾ ചിന്തിക്കും, ദൈവമേ നമുക്കൊരു നല്ല സ്വന്തമായിട്ടൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ എത്രയോ ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വാടകയ്ക്ക് താമസിച്ച് വിഷമിച്ച് അതുപോലെ വീടില്ലാതെ വെള്ളക്കുഴിക്കകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ടെന്നറിയാം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര ലക്കുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിച്ച് വെള്ളപ്പൊക്കമൊന്നും ഇല്ലാത്ത സ്ഥലത്തെ നല്ലൊരു ഏരിയയ്ക്കകത്ത് നല്ലൊരു വീട് വെച്ച് അതിനകത്ത് വേണ്ട സാധനങ്ങളും ഒക്കെ തന്ന് സുഖമായിട്ട് നിങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടി തന്നു തരാം. അപ്പം നിങ്ങൾ അതുപോലെ അത് ഉപയോഗിക്കണം.